51 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ മലപ്പുറം കാടാമ്പുഴ മാറാക്കര സ്വദേശി ഗഫൂറിന് വമ്പിച്ച സ്വീകരണം നൽകി നാട്ടുകാർ. കരിപ്പൂർ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഗഫൂർ ഭായി അവർ സ്വീകരിച്ചത്. ജന്മനാട്ടിലും വലിയ സ്വീകരണമൊരുക്കിയിരുന്നു. നീണ്ടകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഗഫൂർ ഭായി നാട്ടിലേക്ക് വരുന്നുവെന്നറിഞ്ഞതോടെ ഹൃദ്യമായൊരു വരവേൽപ്പ് നൽകാൻ നാട്ടുകാർ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ഒരു KSRTCയും എടുത്ത് നേരെ വിട്ടു കരിപ്പൂരിലേക്ക്. ഏതെങ്കിലും ഒരു എയർപോർട്ടിലേക്ക് ഒരു വരവേൽപ്പിന് വേണ്ടിയിട്ട്, ഒരു സ്വീകരണത്തിന് വേണ്ടിയിട്ട് KSRTC ആദ്യമായിട്ട് ഇന്നാണ്. അപ്പോൾ അതിന് നമ്മളെ മന്ത്രി KB ഗണേഷ് കുമാറിനോട് വരെ നമ്മൾ നന്ദി പറയുകയാണ്. ഇങ്ങനെ ഒരു പരിപാടിക്ക് നമുക്ക് ബസ് വിട്ടു തന്നതിന് നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെയാണ്, വളരെയധികം സന്തോഷം. നാട്ടുകാരുടെ ഈ സ്നേഹത്തിന് മുന്നിൽ നന്ദി അറിയിച്ച് ഗഫൂർക്ക. നാട്ടുകാർ എനിക്ക് ചങ്ക് പറിച്ചു തന്നു. ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം, നാട്ടുകാർ എനിക്ക് ചങ്ക് പറിച്ചു തന്നു. അത്രയും സ്നേഹമാണ് ഇവർക്ക്. നാട്ടിലതാ കുറെ ആളുകൾ ഇപ്പൊ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് ഓരോരുത്തരെ പേരെടുത്ത് പറയാൻ പറ്റില്ല. നാട്ടിലത് ആൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നത്. ഈ കുട്ടികളും ഇവരെല്ലാരും, കാരണം ഞാൻ പോകുമ്പോ ഇവർ ആരും ഇല്ല ദുബായിക്ക് പോകുന്ന സമയത്ത്. ഇപ്പൊ എനിക്ക് 65 വയസ്സായി. 1974 ആദ്യമായി പ്രവാസിയാകുന്നത്. ദുബായിൽ പലയിടങ്ങളിലും നിരവധി ജോലികൾ ചെയ്തു. UAE പ്രതിരോധ വിഭാഗത്തിൽ 18 വർഷം ജോലി ചെയ്തു. പിന്നീട് ജുമേറ ഗ്രൂപ്പിൽ മാനേജറായാണ് പടിയിറക്കം. നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇനിയുള്ള കാലം നാട്ടിൽ തുടരാനാണ് തീരുമാനം. പ്രവാസ ജീവിതം അവസാനിച്ചു, ഇനി നാട്ടിൽ കൂടട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് ഇന്ത്യ എന്താണെന്ന് ഞാനൊന്ന് മനസ്സിലാക്കട്ടെ. കാരണം എനിക്ക് ഇനി ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ, ഞാൻ എന്റെ അനിയൻ സിദ്ദീഖ്, അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ഒന്നിങ്ങനെ കുറച്ചിങ്ങനെ കറങ്ങട്ടെ. പൊന്നാനി ഡിപ്പോയിൽ നിന്നുള്ള KSRTC ബസ്സാണ് കരിപ്പൂരിൽ നിന്ന് പോകാനായി തയ്യാറാക്കിയത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ആദ്യമായിട്ടാണ് KSRTC BTC എന്ന ആശയം വരുന്നത്. സാധാരണക്കാരായ ആൾക്കാർക്ക് വിനോദയാത്രകൾ കൊണ്ടുവരാം, ബഡ്ജറ്റ് ടൂറിസം എന്നുള്ളത് അത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഒരു നയപരമായിട്ടുള്ള തീരുമാനമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് CMDയും നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറുമാണ്. മാത്രമല്ല ഇത് ജനങ്ങൾ ഏറ്റെടുത്ത് കഴിയുകയും ചെയ്തു. ഇപ്പോൾ ഗഫൂർക്ക ഞങ്ങൾക്ക് പുതിയൊരു അവസരമാണ് തന്നത്. KSRTC ചരിത്രത്തിൽ ഒരു എയർപോർട്ടിൽ നിന്ന് ഒരാളെ നമുക്ക് വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ള ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. ഇത് തുടങ്ങി വെച്ചിരിക്കുക. ബസ് നാട്ടിലെത്തിയതോടെ ബാൻഡ് മേളങ്ങളുടെ അകമ്പടിയോടെയാണ് നാട്ടുകാർ ഗഫൂർക്കയെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങളും അതോടൊപ്പം നാട്ടിൽ ഒരുപാട് പേർക്ക് ജോലി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്റെ ഒരു സ്നേഹം തന്നെയാണ് ഇപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തിന് തിരിച്ചു നൽകുന്നത്. ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.